വീഡിയോ കോളിലൂടെ ലഭിച്ച ഫ്രാൻസിസ് പാപ്പയുടെ ബ്ലെസ്സിംഗ് ദൈവാനുഗ്രഹം. ഇക്കഴിഞ്ഞ സിനഡ് സമ്മേളനത്തിൽ മീഡിയ അസിസ്റ്റന്റായി സേവനം ചെയ്ത ബ്രദർ ആഷ്ലിൻ എബ്രഹാം സിനഡിന്റെ ഇടവേളയിൽ ഫ്രാൻസിസ് പാപ്പയെ കാണുകയും തന്റെ മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കും പാപ്പയെ കാണണമെന്ന വലിയ ആഗ്രഹമുണ്ടെന്നും വീഡിയോ കോളിലൂടെ അവരെ ഒന്ന് ബ്ലെസ് ചെയ്യാമോ എന്നും പാപ്പയോട് ചോദിച്ചു. ഒട്ടും മടികൂടാതെ ഫ്രാൻസിസ് പാപ്പ ഇപ്പോൾ തന്നെ അവരെ വീഡിയോ കോൾ ചെയ്യാൻ ബ്രദറിനോട് ആവശ്യപ്പെട്ടു. ബ്രദർ ആഷ്ലിൻ സാധാരണ വിളിക്കാറുള്ളതുപോലെ വീഡിയോ കോൾ ചെയ്തതാവും എന്ന് കരുതി കോൾ അറ്റൻഡ് ചെയ്ത മാതാപിതാക്കളും സഹോദരങ്ങളും അപ്രതീക്ഷിതമായി വീഡിയോയിൽ പാപ്പയെ കണ്ടപ്പോൾ അവർ ആശ്ചര്യപ്പെടുകയും തങ്ങളുടെ മുൻപിൽ നടക്കുന്ന അത്ഭുതം വിശ്വസിക്കാനാകാതെ പകച്ചു നിന്നു. സന്തോഷാധിക്യത്താൽ ബ്രദർ ആഷ്ലിന്റെ അമ്മ കരഞ്ഞുപോയി. പാപ്പയുടെ കോൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത നേരത്തായിരുന്നത് കൊണ്ട് തന്നെ എല്ലാവരും വീട്ടിലിരിക്കുന്ന സാധാരണ വേഷങ്ങളിലായിരുന്നു. വീഡിയോ കോളിലൂടെ പാപ്പയെ കാണാനും അദ്ദേഹത്തിന്റെ ആശീർവാദം നേടാനും സാധിച്ചത് ഈ ജീവിതത്തിൽ തങ്ങൾക്ക് ലഭിച്ച ഏറ്റവും വലിയ ദൈവാനുഗ്രഹമാണെന്ന് ബ്രദർ ആഷ്ലിന്റെ കുടുംബാംഗങ്ങൾ പറഞ്ഞു. UK, ന്യൂസിലാൻഡ്, കേരളത്തിലെ കൊരട്ടി, എറണാകുളം എന്നീ വിവിധ സ്ഥലങ്ങളിൽ നിന്നാണ് അവർ പാപ്പയുടെ ആശീർവാദം ഏറ്റുവാങ്ങിയത്. വീഡിയോ കോളിനു ശേഷം ബ്രദർ ആഷ്ലിൻ ജോസഫ് മാൻഷാദ എഴുതിയ വരാപ്പുഴ എന്റെ അതിരൂപത എന്ന പുസ്തകം പാപ്പയെ കാണിച്ചു. പുസ്തകത്തിന്റെ ഫ്രണ്ട് പേജ് തുറന്നു നോക്കിയ പാപ്പ, ഇതിൽ ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്ന റോമൻ ലൈറ്റ് എന്ന് മാത്രമേ എനിക്ക് വായിക്കാൻ സാധിക്കുന്നുള്ളൂ, ആ കറുത്ത അക്ഷരത്തിൽ വലുതായിട്ട് എഴുതിയിരിക്കുന്നത് എനിക്ക് വായിക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് ചിരിച്ചുകൊണ്ട് ബ്രദറിനോട് കുശലം പറഞ്ഞു. അത് മലയാളത്തിൽ വരാപ്പുഴ എന്റെ അതിരൂപത എന്നാണ് എഴുതിയിരിക്കുന്നതെന്നും വരാപ്പുഴ അതിരൂപതയുടെ ചരിത്രമാണ് ഇതിന്റെ ഉള്ളടക്കമെന്നും ബ്രദർ പറഞ്ഞു. ക്ഷമയോടെ അത് കേട്ടിരുന്ന പാപ്പ വളരെ സന്തോഷത്തോടെ ആ പുസ്തകത്തിൽ ഒപ്പുവയ്ക്കുകയും ചെയ്തു. വരാപ്പുഴ അതിരൂപതയുടെ ഒഫീഷ്യൽ ന്യൂസ് ചാനലായ കേരളവാണിയുടെ റീജൻ ബ്രദറായിരുന്ന ബ്രദർ ആഷ്ലിൻ എബ്രഹാം ഇപ്പോൾ റോമിലെ പൊന്തിഫിക്കൽ കോളേജ് ഉർബാനോയിലെ 3ാം വർഷ ദൈവശാസ്ത്ര വിദ്യാർത്ഥിയാണ്.